ഒരു ശനിയാഴ്ച വൈകുന്നേരം നമ്മുടെ എറണാകുളത്തുള്ള ഐഡലി കഫേയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരൊറ്റ ചോദ്യം, എങ്ങോട്ടെങ്കിലും പോയാലോ? ഒറ്റ മൈൻഡ്. എങ്കിൽ പിന്നെ നമുക്ക് തേനിക്ക് പോകാനായി. അങ്ങനെ വന്ന വരവാണിത്. വീട്ടിൽ ചെന്ന് ഒരു ജോഡി ഡ്രസ്സും എടുത്ത് നേരെ ഇങ്ങ് പോന്നു. തേനിയിൽ ചിന്നമന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്. ഏത് പാതിരാത്രി വന്നാലും ഞങ്ങൾക്ക് ഇവിടെ കയറി കിടക്കാം. അതുകൊണ്ട് ഇത്തവണയും അവിടെയായിരുന്നു സ്റ്റേ. തേനിയും ഞങ്ങളും തമ്മിൽ ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് ബന്ധമാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ തവണ തേനിയിൽ വന്നതും ഒരു സഡൻ പ്ലാൻ ആയിരുന്നു. അതും ഒരൊറ്റ മൈൻഡിൽ വന്ന വരവ്. കഴിഞ്ഞ തവണ തേനിയിൽ വന്നപ്പോൾ മേഘമല പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് അവിടെ അരീക്കൊമ്പനുണ്ടായിരുന്നു. ഇത് നമ്മുടെ അരീക്കൊമ്പൻ ആനയെ. അതുകൊണ്ട് ആ സമയത്ത് അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ മേഘമല കൂടി ലക്ഷ്യമിട്ടാണ് വരവ്. ചിന്നമന്നൂരിന്നും ഒരു 30 കിലോമീറ്റർ കൂടി കാണും മേഘമലയ്ക്ക്. അതിരാവിലെയൊക്കെ പോകാൻ പറ്റിയാൽ നല്ലത്. പക്ഷെ ഞങ്ങൾ എത്തിയത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മേഘമലയ്ക്ക് തിരിച്ചത്. ഈ റൂട്ടിൻ്റെ ഭംഗി ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുമല്ലോ വിഷ്വൽസ് കാണുമ്പോൾ. രണ്ട് സൈഡിലും കാറ്റാടിപ്പാടങ്ങളും കൃഷിസ്ഥലങ്ങളും ഒക്കെ ആയിട്ട് വളരെ സീനിക് ആയിട്ടുള്ള ഒരു സ്ഥലം. ഒരു ബൈക്ക് റൈഡൊക്കെ വരാൻ പറ്റിയ റൂട്ട്. മേഘമലയ്ക്ക് പോകുന്നവർ ചിന്നമന്നൂരുള്ള ഈ ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യണം. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തിരിച്ചെത്തണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് ടൈം. പോകുന്ന വഴിക്ക് ഒരല്പം ചരിത്രം കൂടിയാവാം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ പ്രദേശത്തെ ഹൈ വേവീസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോഴും ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ പേരിൽ തന്നെ സെർച്ച് ചെയ്താലേ കറക്റ്റായിട്ട് മേഘമലയിൽ എത്തിക്കൂ. സദാസമയവും മേഘത്താൽ ആവരണം ചെയ്യപ്പെട്ട ഈ മലയെ പിൽക്കാലത്ത് നാട്ടുകാർ തന്നെയാണ് മേഘമലൈ എന്ന് വിളിക്കാൻ തുടങ്ങിയതത്രേ. 1500 മീറ്റർ ഉയരത്തിലാണ് ഈ ഹിൽ സ്റ്റേഷൻ ഉള്ളത്. 6 ഡാമുകളും ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുമുണ്ട് മേഘമലയിൽ. 2021 ഈ പ്രദേശത്തെ ടൈഗർ റിസർവ് സെന്ററായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മൂന്നാറും വാഗമണ്ണും ഒക്കെ പോലെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയാണെങ്കിലും മേഘമല ഒട്ടും ക്രൗഡഡ് അല്ല. വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെയുള്ള സൗകര്യങ്ങളും വളരെ പരിമിതമാണ് എന്നതാണ് അതിനൊരു പ്രധാന കാരണം. മേഘമല പോകുന്ന വഴി കണ്ട ആദ്യത്തെ ഗ്രാമമാണിത്. ലിറ്ററലി ഒരു സ്വർഗം. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. നമ്മളൊരു റിലാക്സേഷനും വിസിറ്റിനും ഒക്കെ വരുമ്പോൾ ഇതൊരു പാരഡൈസ് പോലെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ വേറൊരു അഭിപ്രായമായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് മാത്രമേ ഇവർക്കുള്ളൂ. ഇവിടെ പെട്രോൾ പമ്പില്ല, ATM കൗണ്ടറുകളില്ല, മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല. ആശുപത്രി തന്നെ ആകെ ഒരെണ്ണമാണുള്ളതെന്നാണ് അറിയാനും കഴിഞ്ഞത്. വരച്ചു വെച്ചതുപോലെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് മേഘമലയിൽ. പല സ്ഥലത്തും നമുക്ക് വണ്ടി നിർത്തി ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ തോന്നും. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ, കുറേ നല്ല ഫ്രെയിമുകളും.
കുറേ നല്ല ഫ്രെയിമുകളുണ്ട് മേഘമലയിൽ എന്ന് പറഞ്ഞല്ലോ. അതിലൊന്നാണ് ഈ കാണുന്നത്. ആൻഡ് ആ കാണുന്ന ആ പിങ്ക് ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് ഒരു പോലീസ് സ്റ്റേഷനാണ്. ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഒരു സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് സമയത്തൊക്കെ വന്നാൽ എന്ത് ഭംഗിയായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇതാണ് മേഘമലയിലെ ഹൈവേ പഞ്ചായത്ത് ജംഗ്ഷൻ. ഇവിടെ കാണുന്ന ഈ പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിൽ നമുക്ക് സ്റ്റേ ഓപ്ഷനും ഉണ്ട്. ഈ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. ആൻഡ് ആ ഗസ്റ്റ് ഹൗസിൻ്റെ ഒരു പരിസരത്തായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിന് താഴെയുള്ളൊരു വ്യൂ പോയിന്റ് ആണിത്. ഞങ്ങളൊരു ഓഫ് സീസണിൽ വന്നിട്ട് പോലും വളരെ ഭംഗിയായിരുന്നു ആ സ്ഥലം കാണാൻ വേണ്ടി. അപ്പോൾ പിന്നെ സീസൺ ടൈമിൽ വന്നാലുള്ള എക്സ്പീരിയൻസ് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് എന്ന് പറയുന്ന പോലെ തേനി പുഴ ഇളയരാജ മ്യൂസിക്, ആഹാ അന്തസ് എന്നും പറഞ്ഞ് ഞാനിവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു. മുകളിലേക്ക് പോയാൽ ഇനിയും കുറച്ച് സ്ഥലങ്ങൾ കൂടിയുണ്ട് മേഘമലയിൽ കാണാൻ. പക്ഷേ ഈ വരവിൽ ഞങ്ങൾക്ക് അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് തേനിയിൽ നിന്നും തിരിച്ചു പോവാണ്.